ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതിന് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഡാൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ യാദൃശ്ചികമായിട്ടാട്ടോ അവിടെ ഒരു പരിപാടി കണ്ടത്. നമ്മളെ വേസ്റ്റൊക്കെ വെച്ചിട്ട് ഓരോ മൃഗങ്ങളെയും അങ്ങനെ പലതിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അതിൻ്റെ ഉള്ളിൽ നല്ല രസമാട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഖരമാലിന്യങ്ങൾ 3ആയി തരംതിരിക്കുന്ന ഞങ്ങൾക്കൊരു മാഷ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മാഷ് പറയുന്ന ഓടി ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ജോലി ചെയ്യുന്നവരുടെ പാട്ടൊക്കെ. അപ്പോൾ ആ പാട്ടൊക്കെ അതിൻ്റെ ഇത് കേൾക്കുമ്പോൾ ഈ സാറ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ഇടാത്തത് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ തരംതിരിക്കുക എന്നുള്ളതാണ് മാഷ് പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മാഷിൻ്റെ ക്ലാസ്. അപ്പോൾ ഞങ്ങളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, ഞങ്ങളങ്ങോട്ട് ആൻസറൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ കണ്ടു കിട്ടും മരമൊക്കെ ഉണ്ടാക്കിയിട്ട് മരത്തിൻ്റെ അവിടെ ഇങ്ങനെ വലിയ കുറച്ച് നല്ല മുഴുപ്പുള്ള വേടാമ്പലിരിക്കുന്ന മാതിരി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പോൾ ഗൈസ്, പഴയ കാലത്ത് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ മുറം, മട്ടി, പിന്നെ ചിരട്ടുകൊണ്ടുണ്ടാക്കിയ തവികൾ, പപ്പടം കുത്തി, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു മുറം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നൊക്കെ മോഡൽ മുറങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളൊരു ഓടയുടെ മുറം കണ്ടു. അപ്പോൾ ഞങ്ങൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
മലപ്പുറം ജില്ലയിലെ നല്ല അടിപൊളി പരിപാടിയാണ് മൈരങ്കോട് വേല. അപ്പോൾ ഇന്നലെ ആയിരുന്നു അത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പരീക്ഷയൊക്കെ ആയല്ലോ, പഠിക്കുകയും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ